ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുക രാജാക്കന്മാരുടെ 1-ാം പുസ്തകത്തിൻ്റെ ഏലിയ പ്രവാചകൻ്റെ ജീവിതത്തിലെ ഒരു സംഭവമാണ്. പരിശുദ്ധ കുർബാനയുടെ ആധ്യാത്മികതയെക്കുറിച്ചാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അത് പറയാൻ അനുയോജ്യമായൊരു വചനം പ്രാർത്ഥിച്ചപ്പോൾ രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 19-ാം അധ്യായം ആണ് എനിക്ക് വെളിപ്പെട്ട് കിട്ടിയത്. ഇതുവരെയും ഞാൻ അങ്ങനെ ഒരു വചനത്തെക്കുറിച്ച് ഇങ്ങനെ ഒരു കൺവെൻഷനിൽ പ്രസംഗിച്ചിട്ടില്ല. പക്ഷേ നിങ്ങളോട് സംസാരിക്കാനുള്ള സന്ദേശം ആ വചനത്തിലുണ്ട് എന്നെനിക്ക് ഉറപ്പുള്ളത് കൊണ്ട് ആ വചനത്തെക്കുറിച്ച് തന്നെ നിങ്ങളോട് ഞാൻ സംസാരിക്കുക. ഈ വചനത്തിൻ്റെ പശ്ചാത്തലം നിങ്ങൾക്കറിയാം. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം വായിച്ചിട്ടുള്ളവർ നിങ്ങളുടെ കൂട്ടത്തിൽ നല്ലൊരു പങ്കുണ്ട് അല്ലേ? ഈ വചനത്തിൽ നമുക്ക് പരിചയമുള്ളൊരു കഥാപാത്രമാണ് ഏലിയ പ്രവാചകൻ. ഏലിയ പ്രവാചകൻ ഈ 19-ാം അധ്യായം 18-ാം അധ്യായത്തിൽ ഏലിയ വളരെ തീഷ്ണമതിയായ, ശക്തനായ, ധീരനായ, വിശ്വാസത്തിൻ്റെ ജ്വലിക്കുന്ന സാക്ഷ്യമായ പ്രവാചകനായിരുന്നു. സത്യവിശ്വാസം സംരക്ഷിക്കാൻ വേണ്ടി കാർമൽ മലയിൽ വെച്ച് ബാലിൻ്റെ 450 പ്രവാചകന്മാരെ വാളിനിരയാക്കി ഏക സത്യദൈവം, സൈന്യങ്ങളുടെ ദൈവമായ കർത്താവായ യഹോവ മാത്രമാണ് എന്ന് സ്ഥാപിച്ചെടുത്ത ഉഗ്രപ്രതാപശാലിയായ, തീഷ്ണമതിയായ പ്രവാചകനാണ് 18-ാം അധ്യായത്തിൽ ഏലിയ പ്രവാചകൻ. പക്ഷേ 19-ാം അധ്യായത്തിൽ ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്ന ഈ അധ്യായത്തിലെത്തുമ്പോൾ ഏലിയ പ്രവാചകൻ ചൂട്ടുഞ്ചുള പോലെ ഉണങ്ങി ഭയചകിതനായി പേടിച്ചോടുകയാണ്. ജസബേൽ എന്ന ഒരു രാജ്ഞിയുടെ തീട്ടൂരം ഭയന്ന് അവൻ ദയനീയമായി നിലവിളിച്ചുകൊണ്ട് പ്രാണരക്ഷാർത്ഥം ഓടുകയാണ്. 1-2 നാളുകളല്ല, അവൻ 100-300 കിലോമീറ്ററാണ് ഓടിയത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഏലിയായുടെ ഈ ഓട്ടം അത് അടിസ്ഥാനപരമായൊരു ദിവ്യകാരുണ്യ ആധ്യാത്മികതയെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. പ്രിയപ്പെട്ട വൈദികരെ, സന്യസ്തരെ, ദൈവജനമേ, നാം എല്ലാവരും കർത്താവിനാൽ ഓരോ നിയോഗം നൽകപ്പെട്ടവരാണ്. വൈദികരായ നിങ്ങൾക്ക് ദൈവം ഭരമേൽപ്പിച്ചൊരു നിയോഗമുണ്ട്. സന്യസ്തർക്കുണ്ട്, കുടുംബജീവിതക്കാർക്കുണ്ട്. എല്ലാം ദൈവത്തിൻ്റെ സവിശേഷമായ വിളിയും നിയോഗവും കിട്ടിയവരാണ് എന്ന യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കുക. ആ ഒരു നിയോഗം ലഭിക്കുമ്പോൾ ആ നിയോഗം ദൈവഹിതാനുസൃതം ചെയ്യുക എന്നുള്ളതാണ് നമ്മളിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുക. വിശുദ്ധ ഗ്രന്ഥ വിശാരദന്മാർ പറയും, ഈ ഏലിയ എങ്ങനെയാണ് ഇത്രയും ദുർബലനായി പോകുന്നത് എന്ന് ചോദിച്ചാൽ, ഏലിയ പ്രവാചകൻ ദൈവഹിതം പാലിക്കുന്നതിനിടയിൽ കുറേ അവൻ്റെ ഹിതവും നടപ്പിലാക്കി. അതോടെ ഏലിയ ദുർബലനായിപ്പോയി. എന്താണെന്ന് ചോദിച്ചാൽ, സത്യദൈവമാണ്, സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് എന്ന് സ്ഥാപിക്കാൻ മാത്രമേ ദൈവം പറഞ്ഞുള്ളൂ. താൻ വിജയിച്ചു, സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറക്കി സത്യദൈവം തനിക്ക് ഉത്തരം തന്നു എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഏലിയ എന്തു ചെയ്തെന്നു? ഏലിയ എതിരാളികളായിരുന്ന എല്ലാവരെയും വെട്ടിക്കൊല്ലാൻ തീരുമാനമെടുക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്തു. അത് ദൈവം പറയാത്ത കാര്യം. ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള ഏറ്റവും വലിയ പരാതി, നമ്മൾ അഹങ്കാരികളായി തന്നിഷ്ടം കാണിച്ചു തുടങ്ങുമ്പോൾ. പരിശുദ്ധ കുർബാനയിൽ ഈശോ ഇങ്ങനെ ചെറുതായി ചെറുതായി ഒരു ഫാനിൻ്റെ കാറ്റത്ത് പോലും പറന്നു പോകാൻ പോരുന്ന ദുർബലമായ അപ്പമായി, ഒരു ഉറുമ്പിന് പോലും വഹിച്ചു കൊണ്ടുപോകാവുന്നത്ര നിസ്സാരതയിലേക്ക് ചുരുങ്ങുന്നത് എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ, മനുഷ്യനെ എന്നേക്കും പിശാചിൻ്റെ അടിമയാക്കുകയല്ല, അവനെ പിശാച് തന്നെയാക്കി പരിവർത്തനപ്പെടുത്താൻ കഴിയുന്നത് അവനിലെ അഹന്തയ്ക്കാണ് എന്ന് ദൈവത്തിനറിയാം. പ്രിയപ്പെട്ടവരെ, സകല സമർപ്പിതർക്കും, വൈദികർക്കും, ഗൃഹസ്ഥർക്കും എല്ലാം സംഭവിക്കുന്ന അപകടമാണ് നമ്മൾ ദൈവഹിതമനുസരിച്ച് ദൈവം നമ്മിലൂടെ പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ അതിൻ്റെ മറവിൽ നാം തന്നിഷ്ടങ്ങൾ കാണിക്കാൻ തുടങ്ങുന്നു. അപ്രകാരം തന്നിഷ്ടങ്ങൾ കാണിക്കുന്നവർ
ദൈവപരിപാലനയുടെ ആഴവും അർത്ഥവും മനസ്സിലാക്കാൻ കഴിയാത്തവരായിത്തീരുന്നു എന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയണം. ഏലിയായോട് ദൈവം താൻ ആരാണ് എന്ന് വെളിപ്പെടുത്തി കൊടുക്കുന്നതാണ് ഈ വചനത്തിൻ്റെ ഏറ്റവും സുന്ദരമായ സന്ദർഭമെന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ കുർബാനയുടെ ആധ്യാത്മികത ജീവിക്കണമെങ്കിൽ നാം ഭൂമിയോളം താഴണം എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. നാം പരിശുദ്ധ കുർബാനയോളം ചെറുതാകും. പരിശുദ്ധ കുർബാനയോളം ചെറുതാകുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇഷ്ടങ്ങൾ മാറ്റിവെക്കേണ്ടി വരും. നമ്മുടെ സൽപ്പേരിന് സംരക്ഷണം നൽകാൻ ആരുമില്ലാതെ പോയെന്നിരിക്കും. മനസാ വാചാ കർമ്മണ അറിയാത്ത കാര്യങ്ങൾക്ക് നമ്മളെ വളഞ്ഞിട്ട് ആക്രമിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്തെന്നിരിക്കും. സാമൂഹിക മാധ്യമങ്ങളിലൂടെ നമുക്കെതിരെ ചെളിവാരി എറിയാൻ ആളുകൾ മത്സരിച്ചെന്നിരിക്കും. പക്ഷേ ഓർക്കുക, അപ്രകാരം ഈ അപമാനത്തിൻ്റെ വഴികളിലൂടെ കർത്താവ് നമ്മെ നയിക്കുന്നത് പരിശുദ്ധ കുർബാനയുടെ ഈ ഒരു ആധ്യാത്മികത നേടിയെടുക്കാൻ വേണ്ടിയാണ്. എളിമപ്പെടുത്തപ്പെടുന്ന ഓരോ സന്ദർഭങ്ങളും ഓർക്കുക, നമ്മെ ഈശോ പരിശുദ്ധ കുർബാനയിലേക്ക് അടുപ്പിക്കുകയാണ് എന്ന സത്യം. ആ ഒരു സത്യം പ്രിയപ്പെട്ടവരെ നമ്മൾ ഗ്രഹിക്കാതെ പോകും. നമ്മളെപ്പോഴും നിരാശപ്പെടുന്നത്, വഴക്ക് കൂടുന്നത്, കലഹിക്കുന്നത്, സമസ്ത നിയന്ത്രണങ്ങളും വിട്ട് പൊട്ടിത്തെറിക്കുന്നത് എപ്പോഴെന്ന് ചോദിച്ചാൽ, നാം പറഞ്ഞതുപോലെ കാര്യങ്ങൾ നടക്കുന്നില്ല, നാം ആഗ്രഹിക്കുന്നത് പോലെ, ലക്ഷ്യം വെച്ചതുപോലെ കാര്യങ്ങൾ നടക്കുന്നില്ല. അത് ഇടവകയിലാകട്ടെ, സന്യാസ ഭവനങ്ങളിലാകട്ടെ, വീടുകളിലാകട്ടെ, നാം എല്ലാവരും അസ്വസ്ഥരാകുന്നത് ഈ ഒരു ചിന്താഗതി നമ്മളിൽ ശക്തിപ്പെടുമ്പോഴാണ്. ഓർക്കുക, ഏലിയായെ ദൈവം തിരുത്തുകയാണ്. മകനെ, ഈ ലോകത്തെക്കുറിച്ച് എനിക്കൊരു പദ്ധതിയുണ്ട്. ബാലിൻ്റെ പ്രവാചകന്മാരെ കുറിച്ചും എനിക്കൊരു പദ്ധതിയുണ്ട്. അവരറിവില്ലാത്ത വിവരദോഷം പറഞ്ഞു എന്നതിൻ്റെ പേരിൽ അവരെ എല്ലാവരെയും ഇല്ലായ്മ ചെയ്യുക എന്നുള്ളത് എൻ്റെ പദ്ധതിയുടെ ഭാഗമല്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾക്ക് കടന്നു വരാൻ സാധ്യതയുള്ള വലിയ പ്രലോഭനം എന്ത് എന്ന് ചോദിച്ചാൽ, കുറേ ദൈവഹിതം അനുസരിച്ച് നമ്മളങ്ങ് മുമ്പോട്ട് പോകും. അത് കഴിയുമ്പോൾ നമ്മൾ തന്നിഷ്ടത്തിൻ്റെ വഴിയെ തിരഞ്ഞെടുക്കും. ആ തന്നിഷ്ടത്തിൻ്റെ വഴിയിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ശക്തി ചോർന്നുപോയി. ഇതുവരെയും നമ്മെ നയിച്ച ദൈവമായ കർത്താവ് കൂടെയുണ്ട് എന്നുള്ള ബോധ്യം നമുക്ക് നഷ്ടമാകും. അതാണ് ഏലിയായുടെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നത്. കാർമൽ മലയിലെ പ്രതാപശാലിയായ വിശ്വാസത്തിൻ്റെ അചഞ്ചല സാക്ഷിയായി നിൽക്കുന്ന ഏലിയാ പ്രവാചകനെവിടെ പ്രാണരക്ഷാർത്ഥം ഓടി കതച്ചൊരു വാടാമലർ ചെടിയുടെ ചോട്ടിൽ പോയി തളർന്നു കിടന്ന്, എനിക്കിനി മരിച്ചാൽ മതി, ജീവിക്കുന്നതിൽ അർത്ഥമില്ല എന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന ഈ പ്രവാചകൻ്റെ ജീവിതം എവിടെ? നോക്കുക, കാർമൽ മലയിൽ നിന്ന് ബെർഷേബായിലെ ഈ ചെടിയുടെ ചുവട്ടിൽ വരെയും എത്തുന്ന ഏലിയായുടെ ജീവിതം ഒരോർമ്മപ്പെടുത്തലാണ്. ജീവിതത്തിൽ ദൈവഹിതം പാലിക്കുന്നതിൽ പരാജയപ്പെടുന്ന എല്ലാവരെയും കാത്തിരിക്കുന്ന ശക്തി ശോഷണമാണിത് എന്ന സത്യം ഓർക്കുക. പ്രിയപ്പെട്ട ദമ്പതിമാരെ, നിങ്ങളെ ദൈവം യോജിപ്പിച്ചതാണ്. ആ ഒരു സ്നേഹത്തിൽ നിങ്ങൾ നിങ്ങളുടെ ദാമ്പത്യ ജീവിതം തുടർന്നതാ. പക്ഷേ എവിടെയോ വെച്ച് ജീവിത പങ്കാളിയെക്കുറിച്ച് നിങ്ങളുടെ ഉള്ളിൽ അതൃപ്തി കടന്നുകൂടി. അതെങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ ഉള്ളിൽ സാത്താൻ പ്രവേശിച്ചപ്പോഴാണ്. അഹന്തയുടെ രൂപത്തിൽ നമ്മുടെ ഉള്ളിൽ കടന്നു വരുന്നത് സാത്താനാണ്. ദൈവത്തോട് നമ്മെ ഐക്യപ്പെടുത്തുന്ന എല്ലാ വിചാരങ്ങളിൽ നിന്നും വികാരങ്ങളിൽ നിന്നും നമ്മളെ അകറ്റുന്നത് സാത്താൻ്റെ പ്രവൃത്തിയാണ് എന്ന സത്യം ഓർക്കുക. ഒരു കുടുംബം ദൈവഹിതാനുസൃതം മുമ്പോട്ട് പോകുമ്പോൾ അവിടെ ആർക്കെങ്കിലുമൊക്കെ ഈ അഹന്തയുടെ ചിന്താഗതി ശക്തിപ്പെട്ടു വരുമ്പോൾ
അവിടെ സാത്താൻ ഇടം കിട്ടും. നാളിതുവരെയും നമ്മളെ പരിപാലിച്ച ദൈവത്തിൻ്റെ സാന്നിധ്യവും ശക്തിയും അറിയാൻ കഴിയാത്തവരായി നാം ദുർബലരായിത്തീരുന്ന സാഹചര്യം വരും. ഏലിയാ പ്രവാചകൻ ഈ ഒരു യാഥാർത്ഥ്യത്തെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ജീവിക്കുന്നതിന് പകരം അവൻ സ്വന്തം കഴിവിൽ ആശ്രയിച്ചപ്പോൾ, സ്വന്തം പദ്ധതികൾ നടപ്പിലാക്കാൻ തുടങ്ങിയപ്പോൾ നമ്മിൽ നിന്ന് ശക്തി ചോർന്നുപോയി. ശക്തി ചോർന്ന അവസ്ഥയിൽ ചിലപ്പോൾ വൈദികരായ നമ്മൾ എത്തിച്ചേരാറുണ്ട്, സമർപ്പിതരായ സഹോദരിമാരെ നിങ്ങൾ എത്തിച്ചേരാറുണ്ട്. നമ്മുടെ ശക്തി ചോർന്നുപോയി, ജീവിതത്തിൻ്റെ താല്പര്യങ്ങൾ നഷ്ടപ്പെട്ടു പോയി, കർത്താവിൻ്റെ ഒപ്പം നിൽക്കാൻ കഴിവില്ലാത്തവരായി നമ്മൾ പരിണമിച്ചു പോകാറുണ്ട്. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സമാനമായ അനുഭവം നിങ്ങൾക്കും ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. ഏതെങ്കിലുമൊക്കെ പ്രതിസന്ധി വരുമ്പോഴത്തേക്കും നിരാശപ്പെടുകയും എന്തിനിങ്ങനെ ജീവിക്കുന്നു എന്ന് ചിന്തിക്കുകയും ഈ ജീവിത പങ്കാളിയും മക്കളുമൊന്നും ദൈവം തന്ന അനുഗ്രഹങ്ങളാണ്, അവരിലൂടെ ദൈവം എന്നെ അനുഗ്രഹിച്ച് അഭിഷേകം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നൊന്നും ചിന്തിക്കാൻ കഴിയാത്തവരായി നമ്മൾ രൂപപ്പെട്ടു പോകാറുണ്ട്. ഓർക്കുക, അതിൻ്റെ കാരണം ദൈവഹിതത്തിൻ്റെ വഴിയിൽ എവിടെയോ വെച്ച് നാം സ്വന്തം ഹിതങ്ങൾ നടപ്പിലാക്കാൻ തുടങ്ങി. അപ്പോൾ ദൈവം കൂടെയുണ്ട് എന്നുള്ള സത്യം നമ്മൾ മറന്നുപോയി. ഏലിയാ പ്രവാചകൻ ഈ ഒരു ചിന്തയോടെ നിലവിളിച്ചുകൊണ്ട് കരയുകയാണ്. ഏലിയ പറയുന്നത് ഇപ്രകാരമാണ്. 19-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം ഞാൻ വായിക്കാം. അവിടെ നിന്ന് അവൻ തനിയെ മരുഭൂമിയിലൂടെ ഒരു ദിവസത്തെ വഴി നടന്ന് ഒരു വാടാമുൾച്ചെടിയുടെ തണലിലിരുന്നു. അവൻ മരണത്തിനായി പ്രാർത്ഥിച്ചു. കർത്താവേ, മതി, എൻ്റെ പ്രാണനെ നീ സ്വീകരിച്ചാലും ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കാൾ മെച്ചമല്ല. അവൻ ആ ചെടിയുടെ തണലിൽ മരണം കാത്ത് കിടന്നുറങ്ങി. പ്രിയപ്പെട്ടവരെ, ഇന്നലെ വൈകുന്നേരം അവൻ കാർമൽ മലയിലെ പ്രതാപശാലിയായ പ്രവാചകനായിരുന്നു. ഇന്ന് അവൻ തളർന്ന് മരണം കാക്ഷിക്കുന്ന വ്യക്തിയായി മാറി. ഇന്നലെയിൽ നിന്ന് ഇന്നിലേക്കുള്ള അകലമെന്നത് ദൈവത്തിൽ നിന്ന് പിശാചിലേക്കുള്ള അകലമാണ്. ദൈവഹിതത്തിൽ നിന്ന് താൻ പോരിമയിലേക്കുള്ള അകലമാണ്. ജീവിതത്തിൽ നമ്മൾ ഇതുപോലെ നിരാശപ്പെടുന്ന, ജീവിതത്തിൽ പ്രത്യാശ നഷ്ടപ്പെടുന്ന, ജീവിതത്തിൽ സന്തോഷം കൈമോശം വരുന്ന അനുഭവങ്ങളുണ്ട് എങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഓർക്കുക, ദൈവഹിതത്തിൻ്റെ വഴിയിൽ നിന്ന് ഞാൻ മാറി നടക്കുന്നു, കർത്താവ് കൂടെയുണ്ട് എന്നും അവിടുന്നാണ് എൻ്റെ ശക്തി, അവിടുന്നാണ് എൻ്റെ ഇടയനെന്ന ബോധ്യം എനിക്ക് നഷ്ടപ്പെട്ടു. അതാണ് എൻ്റെ അടിസ്ഥാനപരമായ പ്രശ്നം എന്ന തിരിച്ചറിവിലേക്ക് നമുക്ക് വരാം. പരിശുദ്ധ കുർബാനയുടെ ആധ്യാത്മികത എന്ന് പറയുന്നത് ഈ ആഴമേറിയ ദൈവാനുഭവത്തിൻ്റെ ശൂന്യവൽക്കരണത്തിൻ്റെ ആത്മീയതയാണ്. ആത്മീയതയ്ക്ക് വേണ്ടി നമുക്ക് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കാം. രണ്ടാമതായി ഈ വചനഭാഗം നമുക്ക് തരുന്ന വലിയൊരു സന്ദേശമുണ്ട്. ദൈവമായ കർത്താവ് അവൻ്റെ അടുക്കലേക്ക് വരികയും നമ്മൾ ദൈവത്തെ മറന്ന് തന്നിഷ്ടം കാണിച്ച് നടക്കുമ്പോഴും ദൈവമായ കർത്താവ് നമ്മളെ തേടി വരും എന്നുള്ളത് സത്യമാണ്. ദൈവം ഒരിക്കലും നമ്മുടെ പാപങ്ങളിൽ നമ്മളെ കൈവിടുന്നില്ല. പിശാച് നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ച ഏറ്റവും വലിയ അബദ്ധം എന്ത് എന്ന് ചോദിച്ചാൽ, ഞാൻ ഇത്രയും പാപം ചെയ്തു, ഇനി എനിക്ക് രക്ഷയില്ല, ഇനി എനിക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ സ്ഥാനമില്ല എന്ന ചിന്തയാണ് പിശാച് നമ്മെ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ തന്ത്രം. വലതുകരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, വിലാപങ്ങളുടെ പുസ്തകം 3:20 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, കർത്താവിൻ്റെ സ്നേഹം ഓരോ പ്രഭാതത്തിലും എന്താണ്? പുതിയതാണ്. നമ്മുടെ സ്നേഹം ഇന്നലത്തേൻ്റെ തുടർച്ചയാണ്. ഇന്നലെ ഒരാളോട് നമ്മൾ വഴക്ക് കൂടിയെങ്കിൽ ഇന്ന് രാവിലെ അയാളെ കാണുമ്പോൾ നമ്മൾ കീഴോട്ട് നോക്കി നടക്കും. നമ്മുടെ സ്നേഹം പഴയതിൻ്റെ തുടർച്ചയാണ്.
ദൈവമായ കർത്താവിൻ്റെ സ്നേഹമാകട്ടെ ഓരോ പ്രഭാതത്തിലും പുതിയതാണ്. കഴിഞ്ഞ നിമിഷം ഞാൻ എന്ത് ചെയ്തു എന്ന് പരിഗണിക്കാതെ പുതിയ സ്നേഹം കൊണ്ട് എന്നെ പൊതിയാൻ കഴിയുന്നത് ദൈവമായ കർത്താവിന് മാത്രമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏലിയ 450 പേരുടെ ജീവൻ എടുത്തവനാണ് എങ്കിലും ദൈവമായ കർത്താവ് ഏലിയായെ തേടി വരികയാണ്. കർത്താവിൻ്റെ ദൂതൻ വന്നുറങ്ങിക്കിടന്ന ഏലിയായെ തട്ടി വിളിച്ച് പറഞ്ഞു, ഏലിയ, ഇതാ നിനക്ക് വേണ്ടി ദൈവമായ കർത്താവ് അപ്പവും വെള്ളവും തന്നയച്ചിരിക്കുന്നു, എഴുന്നേറ്റ് ഭക്ഷിക്കുക. ഇതാ നിനക്ക് വേണ്ടി അപ്പവും വെള്ളവും ദൈവമായ കർത്താവ് തന്നയച്ചിരിക്കുകയാണ്, എഴുന്നേറ്റ് ഭക്ഷിക്കുക. പ്രിയപ്പെട്ടവരെ, ഇതെഴുതി വെച്ച പ്രവാചകനോ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഈ ഒരു തിരുഹിതം തൻ്റെ പരിശുദ്ധാത്മ നിവേശനത്താൽ രേഖപ്പെടുത്തിയ വിശുദ്ധ ഗ്രന്ഥകാരനോ മനസ്സിലായില്ല എന്താണ് ദൈവമായ കർത്താവ് തളരുന്ന മനുഷ്യന് കല്ലിൽ ചുട്ടെടുത്ത അപ്പവും വെള്ളവും കൊണ്ടുവന്ന് കൊടുക്കുന്നത് എന്ന്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് മറ്റൊന്നുമല്ല, പരിശുദ്ധ കുർബാനയുടെ പ്രതീകമാണ്. കല്ലിൽ ചുട്ടെടുത്ത അപ്പം, അതിമനോഹരം. തിരുവോസ്തി ഉണ്ടാക്കുന്ന ഒരു മെഷീൻ സോഷ്യൽ സർവീസ് സൊസൈറ്റിക്കാർ ഈ അടുത്ത നാളിൽ മേടിച്ചത് മിനിഞ്ഞാന്ന് ഞാൻ വെഞ്ചരിക്കുന്നുണ്ട്. അതിങ്ങനെ ചൂട് പിടിച്ചൊരു കല്ല്, ആ കല്ലേൽ ഒരു അല്പം മാവ് കോരി ഒഴിച്ച് പരത്തിക്കഴിഞ്ഞ് പ്രസ് കൊണ്ട് ഞെക്കി കഴിയുമ്പോൾ ശരിക്കും ചൂട് പറക്കുന്ന, ആവി പറക്കുന്ന ഓസ്തി അവിടെ രൂപപ്പെട്ടു വരിക. ഈ വചനം വായിച്ചപ്പോൾ ഞാൻ ആ രംഗമാണ് ഓർത്തത്. ഇപ്പോൾ കല്ലിൽ ചുട്ടെടുത്ത ആവി പറക്കുന്ന കനം കുറഞ്ഞ അപ്പം ഏലിയായിക്ക് ദൈവമായ കർത്താവ് കൊണ്ടേ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നീ ഇത് ഭക്ഷിക്കുക, എങ്കിലേ നിനക്ക് ശക്തി പ്രാപിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഓരോ ദിനവും നാം തളരുമ്പോൾ, ഓരോ ദിനവും പുതിയ സ്നേഹമായി ദൈവം നമുക്ക് അപ്പമായി തരുന്നത് മറ്റൊന്നുമല്ല, തൻ്റെ തിരുശരീരമായ പരിശുദ്ധ കുർബാനയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ കുർബാനയെക്കുറിച്ച് പഴയ നിയമത്തിലെ പ്രവാചകൻ അറിയാൻ പാടില്ല, അത് രേഖപ്പെടുത്തി വെച്ച വിശുദ്ധ ഗ്രന്ഥകാരനും അറിയാൻ പാടില്ല. ഏലിയായ്ക്ക് ഇതിൻ്റെ അർത്ഥം മനസ്സിലായിട്ടില്ല. പക്ഷേ പരിശുദ്ധാത്മാവ് പിൽക്കാലത്ത് നമ്മെ പഠിപ്പിച്ചു, ഈ കനലിൽ ചുട്ടെടുത്ത അപ്പം മറ്റൊന്നുമല്ല, നിന്നെ നിതാന്തമായി ശക്തിപ്പെടുത്താൻ കഴിവുള്ള പരിശുദ്ധ കുർബാനയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ജീവിതത്തിൽ ഇതുപോലെ നിരാശപ്പെടുന്ന ആരാരും മനസ്സിലാക്കാനില്ല, ആരാരും സഹായിക്കാനില്ല എന്ന തോന്നലുണ്ടാകുമ്പോൾ, നിന്റെ ജീവിതത്തിൽ വിട്ടുമാറാത്ത രോഗങ്ങൾ നിന്നെ ഭയപ്പെടുത്തുമ്പോൾ, നിനക്ക് ഓടിച്ചല്ല, നിനക്ക് വേണ്ടി പ്രാതലൊരുക്കി കാത്തിരിക്കുന്നൊരു കർത്താവ് അവിടുത്തെ അൾത്താരയിലുണ്ട് എന്ന സത്യമാണ് ഈ തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ആരെല്ലാം ആ പരിശുദ്ധ കുർബാനയെ തേടിച്ചെന്നോ അവരെ എല്ലാം ദൈവമായ കർത്താവ് ശക്തിപ്പെടുത്തി അയച്ചു. പരിശുദ്ധ അൾത്താരയുടെ പക്കൽ ചെന്ന് സങ്കടം പറഞ്ഞ് ദിവ്യകാരുണ്യ ഈശോയെ വിശ്വാസത്തോടെ സ്വീകരിച്ച ഒരു മനുഷ്യനും നാളിതുവരെയും നിരാശപ്പെടേണ്ടി വന്നിട്ടില്ല. ഈ 21 നൂറ്റാണ്ടായിട്ടും ഈ തിരുസഭ അജയ്യമായി സകല സൗഭാഗ്യങ്ങളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്നതിൻ്റെ കാരണം ഈ തിരുസഭയുടെ ഓരോ ദേവാലയത്തിലും ഓരോ പ്രഭാതത്തിലും കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങൾ വാഴ്ത്തി വിഭജിച്ച് നൽകുന്ന മഹാത്ഭുതം സംഭവിക്കുന്നത് കൊണ്ടാണ്.
ഒരു മാർപ്പാപ്പയുടെയോ ഒരു മെത്രാണിച്ചൻ്റെയോ ഒരു വൈദികൻ്റെയോ സാമർഥ്യം കൊണ്ട് ഈ തിരുസഭ 21 നൂറ്റാണ്ട് നിലനിൽക്കില്ല പ്രിയപ്പെട്ടവരെ. സഭയ്ക്ക് വലിയ പ്രശ്നങ്ങളുണ്ട് എന്ന് നാം എല്ലാവരും ചിന്തിക്കും. ശരിയാ, തിരുസഭയ്ക്ക് പ്രതിസന്ധികളുണ്ട്. പക്ഷേ ഈ പ്രതിസന്ധികൾ ഇല്ലാതിരുന്ന കാലം ഏതാണ് എന്ന് നിങ്ങളൊന്ന് ആത്മശോധന ചെയ്ത് നോക്കുക. ഞങ്ങൾ മെത്രാന്മാരായ വർഷത്തിൽ 2017 മെത്രാന്മാർക്ക് ഒരു പരിശീലന കോഴ്സ് റോമിൽ മാർപ്പാപ്പ വിളിച്ചു കൂട്ടാറ്. 2 ആഴ്ചത്തെ ഒരു കോഴ്സാണ്. അതുകൂടിയാണ് എങ്ങനെയാണ് മെത്രാൻ ശുശ്രൂഷ ചെയ്യേണ്ടത് എന്ന് പരിശീലിക്കും. അപ്പോൾ ഇവിടെ ക്ലാസ് എടുക്കാൻ വരുന്നത് ലോകപ്രസിദ്ധരായ കർദിനാളന്മാരും അജപാലന രംഗത്ത് മെത്രാൻ പദവിയിൽ ദീർഘവർഷങ്ങൾ പരിചയമുള്ള കർദിനാളന്മാരാണ് സാധാരണ. ഒരിക്കൽ ക്ലാസ് എടുക്കാൻ വന്നത് ഷിക്കാഗോയിലെ കാർഡിനൽ ക്യുപ്പിച്ചാണ്. അദ്ദേഹം വന്ന് പറഞ്ഞു, വലിയ പണ്ഡിതനായൊരു മനുഷ്യനാണത്. അദ്ദേഹം പറഞ്ഞു, സഭ വലിയ പ്രശ്നങ്ങളിലൂടെയാണ് നേരിടുന്നത്, നാം വളരെ ശ്രദ്ധിച്ച് നീങ്ങണം എന്നൊക്കെ അദ്ദേഹം ഇങ്ങനെ കുറേ സമയം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇംഗ്ലണ്ടിൽ നിന്നുള്ള ഞങ്ങളുടെ കൂടെ ഉള്ള പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ട മെത്രാന്മാരിൽ ഒരാളാണ് ബിഷപ്പ് പോൾ, ലങ്കാസ്റ്റർ രൂപതയുടെ ബിഷപ്പാണ്. അദ്ദേഹം എഴുന്നേറ്റ് ചോദിച്ചു, യുവർ എമിനൻസ്, ക്യാൻ ഐ ആസ്ക് യു എ ക്വസ്റ്റ്യൻ? ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ. എന്താണ്? ക്യാൻ യു ടെൽ വൺ സിംഗിൾ ഇയർ ഇൻ ദ ഹിസ്റ്ററി ഓഫ് ദ ചർച്ച് വെയർ ദ ചർച്ച് ഹാഡ് നോട്ട് ബീൻ പെർസിക്യൂട്ടഡ് എനിവേ? സഭയുടെ ചരിത്രത്തിൽ സഭയ്ക്ക് ഒരു സഹനവും പീഡാനുഭവവും ഇല്ലാത്ത ഒരു വർഷം ഈ 2024 വരെയുള്ള വർഷത്തിൽ ഒരു വർഷം ഈ തിരുസഭയ്ക്ക് സമാധാനത്തോടെ സന്തോഷത്തോടെ ഇരിക്കാൻ കഴിഞ്ഞ വർഷമുണ്ടോ? ഇതാണ് ബിഷപ്പ് ചോദിച്ചത്. കാർഡിനൽ ക്യുപ്പിച്ച് പറഞ്ഞു, ഐ സ്റ്റോപ്പ്, യു ഗോട്ട് ദ മെസ്സേജ്. ഞാൻ നിർത്തുകയാണ് ക്ലാസ്, നിങ്ങൾക്ക് അതിൻ്റെ സന്ദേശം മനസ്സിലായി. ഇത് കൂടുതൽ പറയാനില്ല. അതൊരു സത്യമാണ് പ്രിയപ്പെട്ടവരെ. നമ്മൾ വിചാരിക്കും നമ്മൾ ഏറ്റവും വലിയ പ്രശ്നത്തിൻ്റെ സമയത്താണ് ഈ കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്നത്. അല്ല, ക്രിസ്ത്യാനികളെ തിളച്ച എണ്ണയിലിട്ട് മുക്കിപ്പൊരിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ 4 ചീത്ത പറയുന്നല്ലേ ഉള്ളൂ, അല്ലേ? ഏതെങ്കിലും അച്ഛനെയും കന്യാസ്ത്രീയും ഈ നാട്ടിൽ തിളച്ച എണ്ണയെ മുക്കിപ്പൊരിക്കുന്നുണ്ടോ? ഒന്നുമില്ല. പ്രശ്നങ്ങൾ ഇതിലും വലിയ പ്രതിസന്ധികളുണ്ടായി. ഈ തിരുസഭ പതറിയില്ല, ഈ തിരുസഭ തളർന്നില്ല, ഇനിയൊട്ട് തളരുകയുമില്ല. കാരണം ഈ തിരുസഭയ്ക്ക് പരിശുദ്ധ അൾത്താരയിൽ ഈശോ മിശിഹായുടെ തിരുശരീര രക്തങ്ങൾ വാഴ്ത്തി വിഭജിച്ച് നൽകാൻ വൈദികർ ഇവിടെ ശേഷിക്കുന്ന കാലത്തോളം ഈ സഭയെ തകർക്കാൻ ഒരു ശക്തിക്കും സാധിക്കില്ല. സന്തോഷത്തോടെ 2 കരങ്ങളും ഉയർത്തി സ്തുതിക്കാം, സ്വതന്ത്രമായി സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൻ്റെ രക്ഷകനുമായ ഈശോയെ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. പരിശുദ്ധ കുർബാന എന്ന മഹാത്ഭുതത്തെ ഓർത്ത് ഞങ്ങൾ സ്തുതിക്കുന്നു. സഭയെ ശക്തിപ്പെടുത്താൻ പരിശുദ്ധ കുർബാനയുണ്ട് എന്നുള്ള സത്യം. അടുത്ത വർഷം നമ്മുടെ അതിരൂപത സമുദായ ശാക്തീകരണ വർഷമായിട്ടാണ് ആചരിക്കുക. ഇതിൻ്റെ ഒരു ആലോചനാ യോഗത്തിൽ സഭ നേരിടുന്ന ഒത്തിരി പ്രശ്നങ്ങളെക്കുറിച്ച് അച്ഛന്മാരും അൽമായരും നേതാക്കളും ഒക്കെയും പറഞ്ഞു. മറ്റ് സമുദായങ്ങൾക്കൊക്കെ അതുണ്ട് ഇതുണ്ട്, നമുക്കതില്ല, അങ്ങനത്തെ സംവിധാനങ്ങളില്ല എന്നൊക്കെ പറഞ്ഞ് സങ്കടം പറഞ്ഞപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവർക്ക് നമുക്കില്ലാത്ത പലതും അവർക്കുണ്ട്, ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ അവർക്കാർക്കും സ്വപ്നം കാണാനാവാത്ത ഒരു ശക്തി നമുക്കുണ്ട്. ആ ശക്തിയാണ് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോ. വാക്കുകൾ പോരാ പോരാ നാഥ നിന്നെ ആരാധിക്കാൻ, വാക്കുകൾ പോരാ പോരാ നാഥ നിന്നെ ആരാധിക്കാൻ.
ഭാഷകൾ പോരാ പോരാ രാജാവിനെ ആരാധിക്കാൻ. ഭാഷകൾ പോരാ പോരാ രാജാവിനെ ആരാധിക്കാൻ. യേശുവേ നിന്നെ കാണുവാൻ എൻ്റെ കണ്ണുകൾ പോരാ. യേശുവേ നിന്നെ കേൾക്കുവാൻ എൻ്റെ കാതുകൾ പോരാ. പാടിയിടുമേ മനമേ മനമേ, വാഴ്ത്തിയിടുവാൻ ഉണരൂ ഉണരൂ.